അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൻ്റെ ഭർത്താവിൻ്റെ ജോലിയിൽ ബർക്കത്തില്ല എന്ന് പറഞ്ഞ് പരാതിയുമായി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ചെന്ന സ്ത്രീയോട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ എന്നും വല്ലുഹ സൂറത്ത് പതിവാക്കുക, എങ്കിൽ നിനക്കും നിൻ്റെ ഭർത്താവിനും ബർക്കത്തുണ്ടാവുന്നതാണ് എന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മ സായില ഫലാ തൻഹർ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. ഇത്രയുള്ള ഒരു സൂറത്ത്. അപ്പോൾ ഈ സൂറത്ത് കണ്ടിട്ട് അറിയുന്നവർ കണ്ടിട്ട് ഓതാ, കാണാതെ അറിയുന്നവർ കാണാതെ ഓതാ. അങ്ങനെ ദിവസവും ഇത് പതിവാക്കി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് വീടില്ല എങ്കിൽ, നമുക്ക് വീടിന് ആഗ്രഹിക്കാത്തവർ ആരും തന്നെയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 21 ദിവസം 21 പ്രാവശ്യം, അതും ഇശാ മഗ്‌രിബിനിടയിലോ സുബഹി നിസ്കാരം ഖളാ ആക്കാതെ അതിന് ശേഷമോ ഇത് 21 പ്രാവശ്യം ചൊല്ലുക. അല്ലാഹുമ്മ റബ്ബൽ ബൈത്തി ബിഹഖിൽ ബൈത്തി വ അഹ്ലിൽ ബൈത്തി സഹ്ഹിലിൽ ബൈത്ത. അല്ലാഹുമ്മ റബ്ബൽ ബൈത്തി ബിഹഖിൽ ബൈത്തി വ അഹ്ലിൽ ബൈത്തി സഹ്ഹിലിൽ ബൈത്ത. ഒരു പ്രാവശ്യം കൂടെ പറയാം. അല്ലാഹുമ്മ റബ്ബൽ ബൈത്തി ബിഹഖിൽ ബൈത്തി വ അഹ്ലിൽ ബൈത്തി സഹ്ഹിലിൽ ബൈത്ത. ഈ പ്രാർത്ഥനയാണ് 21 തവണ 21 ദിവസം ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് വീടിന് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാം മാറ്റി നമുക്ക് ഹൈറായിട്ടുള്ള ഒരു വീട് അള്ളാഹു തരും. ഈ ദുആ ചൊല്ലിയതിന് ശേഷം അള്ളാഹുവിനോട് നമ്മൾ മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. അവന് ഇതിനെല്ലാം തീരുമാനമുണ്ടാക്കുകയും നമുക്കൊരു വീട് അള്ളാഹു അർഹിച്ച തരത്തിൽ നമുക്ക് നൽകുന്നതുമാണ് ഇൻഷാ അല്ലാഹ്. ആ ദുആ ഒന്നുകൂടെ ഞാൻ പറയാം. അല്ലാഹുമ്മ റബ്ബൽ ബൈത്തി ബിഹഖിൽ ബൈത്തി വ അഹ്ലിൽ ബൈത്തി സഹ്ഹിലിൽ ബൈത്ത. അല്ലാഹുമ്മ റബ്ബൽ ബൈത്തി ബിഹഖിൽ ബൈത്തി വ അഹ്ലിൽ ബൈത്തി സഹ്ഹിലിൽ ബൈത്ത. അല്ലാഹുമ്മ റബ്ബൽ ബൈത്തി ബിഹഖിൽ ബൈത്തി വ അഹ്ലിൽ ബൈത്തി സഹ്ഹിലിൽ ബൈത്ത. ഇത് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് തീർച്ചയായും ഇത് ഓതാനുള്ള സമയമൊക്കെ കിട്ടും. നമ്മളെന്തെങ്കിലും ഒരു പണിയെടുക്കുമ്പോൾ അത് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഒരു 10-15 പ്രാവശ്യമൊക്കെ ചൊല്ലുമ്പോഴത്തേന് ഇതൊക്കെ കാണാതെ പഠിക്കാൻ കഴിയും. അപ്പോൾ അത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം നിങ്ങൾക്ക് ഹൈറായിട്ടുള്ള ജോലി അല്ല വീടൊക്കെ അള്ളാഹു നൽകും. അതുപോലെ തന്നെ ഓരോ ദിവസങ്ങളിലും, പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ സ്വലാത്തുകൾ നമ്മൾ അധികരിപ്പിക്കുക. സ്വലാത്ത് ചെല്ലാൻ അറിയാത്തവരാരും തന്നെ ഇല്ല. ഒരുപാട് സ്വലാത്തുകളുണ്ട്, നമുക്കറിയാം. സാധാരണ നമ്മൾ ചെറുപ്പം മുതലേ മദ്രസയിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്തുണ്ട്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അതുപോലെ തന്നെ ഇബ്രാഹിം സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. പിന്നെ അതേപോലെ തന്നെ നാരിയ സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹൽ ബിഹിൽ ഉഖദ് വതൻഫരജ് ബിഹിൽ ഖുർബ് വതഖ്ളാ ബിൽ ഹവായിജ് വതുനാലു ബിഹിർ റആയിബ് വഹുസ്നുൽ ഹവാതിം വയസ്തസ്ഖൽ അമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫ്സിൻ ബിഅദദി കുല്ലി മാലൂം ലക്. ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകളുണ്ട്. ആ സ്വലാത്തുകളൊക്കെ നമുക്ക് അറിയുന്നതൊക്കെ നമ്മൾ അധികരിപ്പിക്കുക ഇൻഷാ അല്ലാഹ് തീർച്ചയായും. എന്നിട്ട് നമ്മൾ ആ സ്വലാത്തിന് ശേഷം നമ്മൾ
മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മുടെ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ്. അവൻ തന്നെ എല്ലാം നമുക്ക് ശരിയാക്കി തരും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.